ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളെ പാവം ബൈൽ ജിന. വാ, ഇന്ന് ഞാനും പെണ്ടാട്ടിയും കൂടി ഒരിടത്ത് പോകാൻ തീരുമാനിച്ചു. ഞാൻ ഓട്ടയാണ് ഓട്ടിക്കണം, ഓട്ട ഇല്ലാതായി. ഓട്ടയുടെ ഫ്രണ്ട് ടയർ ജാം. എവിടെ പോകണമെന്ന് വഴിയേ പറയാം. അതൊക്കെ ഇരിക്കട്ടെ, എല്ലാവരും എന്നെ നോക്കി പറയണം ഞാൻ പാവം ബൈലെന്ന്. ആൾക്കാരെന്തിനോ ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ട് കിടക്കണത്. അണ്ടിയോടെ എടുക്കണം മാങ്ങയുടെ പുളിപ്പറിയണമെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടില്ല. ചിലർ പറയണം അവൻ്റെ ശരീരം പോലെ തന്നെ അവൻ്റെ മനസ്സെന്ന്, ചിലർ പറയണം അവൻ്റെ മുഖം പോലെ തന്നെ അവൻ്റെ മനസ്സെന്ന്, ചിലർ പറയണം അവൻ്റെ പുറം പോലെ തന്നെ അവൻ്റെ അകവും. എന്തായിട്ട് പറയാടേ? അതൊക്കെ വിട്ടുകള, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നമുക്കിന് നടക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അങ്ങനെയല്ലേ കാലത്തിൻ്റെ നടപ്പും കിടപ്പല്ല. ശരി, അതെല്ലാം പോട്ട്. ഇതാ എന്നെ കാണാൻ പോണത് ഞാൻ ജനിച്ച ആശുപത്രിയാണ് കേട്ടാ. കാരക്കുട മെഡിക്കൽ കോളേജ് ആശുപത്രി. അടിപൊളി ആശുപത്രിയാണ് കേട്ടാ. എല്ലാ ഡോക്ടർമാരും ഉണ്ട്, ധൈര്യമായിട്ട് ഇവിടെ വരാം. ഞാൻ ജനിക്കുമ്പോൾ ഈ ആശുപത്രി ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു കേട്ടാ. ഞാൻ ജനിച്ചു കഴിഞ്ഞ് വച്ചടി കയറ്റാൻ ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും കേട്ടാ. വല്ല വീട്ടിലും വെച്ച് പ്രസവിച്ചിരുന്നെങ്കിൽ വീട്ടിൽ നല്ല വച്ചടി ഉയർച്ച ഉണ്ടാകുമായിരുന്നു. എന്തൊരു ചെയ്യാൻ, അന്നും ദാരിദ്ര്യം ഇന്നും ദാരിദ്ര്യം. നിങ്ങളവർക്ക് എന്ത് അണ്ണൻ്റെ സ്ലാങ് എങ്ങനെ ഇരിക്കണമെന്ന്. നമ്മൾ തിരുവനന്തപുരംകാർ ഇങ്ങനെ തന്നെ കേട്ടാ. നമ്മളെങ്ങനെ അങ്ങനെ തന്നെ, നമ്മൾ ഒരു മാറ്റത്തിനും തയ്യാറല്ല. ഇപ്പം ചില പയ്യന്മാർ നമ്മളെ മാനം കെടുത്താൻ വേണ്ടി വെളിയിൽ പോയി പഠിച്ചുകൊണ്ട് വന്ന് എന്തുവാ പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ അങ്ങനെയല്ല. എന്തരി പറഞ്ഞെന്നൊക്കെയാണ് പറയേണ്ടത്. അതൊക്കെ വിട്. ഇതാണ് മറ്റേ പള്ളി കേട്ടാ. നമ്മളിപ്പോൾ വന്നത് പൊഴിയൂരാണ്, പൊഴിയൂർ. ഇതാണ് അടിപൊളി പള്ളി. നിങ്ങൾ കണ്ടല്ലോ പള്ളികൾ. ഇത് പൊഴിയൂർ ബീച്ചിലേക്ക് പോകേണ്ട വഴിയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടാ, നല്ല സ്പോട്ടാണ്. ഇവിടെയാണ് കടലും കായലും കൂടെ ഒന്ന് ചേർന്ന സ്ഥലം. വർഷത്തിലൊരിക്കൽ ചേരുമെന്ന് പറയണം. ഈ സ്ഥലം ഇതുവരെ കാണാത്തവർ വന്ന് കാണണം കേട്ടാ. അടിപൊളി സ്ഥലം. പൈസയൊന്നും ഫീസോ ഒന്നുമില്ല. വരിക, വണ്ടി പാർക്ക് ചെയ്യുക, പാർക്കിങ് സൗകര്യമുണ്ട്. പാർക്കിങ്ങിൻ്റെ ഫീസ് അടയ്ക്കണ്ട. വരിക, കാണുക, വിശാലമായി ഇരിക്കുക, സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, അഴിച്ചു പോകുക. ഇവിടെ ഈ മറിഞ്ഞ് കിടക്കണ കെട്ടിടമെല്ലാം വെള്ളം കയറി മറിഞ്ഞാണ് കേട്ടാ. അന്ന് വെള്ളം ഇങ്ങകത്ത് കയറിയോ മറിഞ്ഞതാണ്. 2 വർഷം മുമ്പുള്ള പൊഴിയൂരല്ല ഇപ്പോഴേ. പൊഴിയൂരിന് ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിച്ചു. ഇവിടെ കൂടെ ബൈക്കിൽ പോകണ ഒരു പയ്യെ പോകണം കേട്ടാ. പൂഴി മണ്ണാണ്. പയ്യെ പോയില്ലെങ്കിൽ ചറുക്കി അടിച്ചു. ഞാനും ഇപ്പോൾ ചറുക്കി അടിച്ചു വിടുമായിരുന്നു കേട്ടാ. കടൽ കാണാനാണ് വന്നതെന്ന് എൻ്റെ മോള് ചിങ്കി അറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾക്ക് സന്തോഷം കൊണ്ട് ചാടണോ, തുള്ളി കളിക്കണോ, പാട്ട് പാടണോ, പാട്ടൊക്കെ പാടണം കേട്ടാ. ലാല എന്നൊക്കെ പാട്ടൊക്കെ പാടണം കേട്ടാ. മക്കളെ, അത് കാണുന്നതാണ് കായൽ. കായൽ ബോട്ട് സർവീസുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അടുത്ത് പോയി നിൽക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് തുള്ളി ചാടാം. അതാ കാണുന്നതാണ് കടൽ. അതിൻ്റെ അപ്പുറത്തെ കടലാണ് കേട്ടാ. ഇവിടെ ആഴയില്ലാത്ത കൊച്ചു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, ചെറിയ സ്ഥലങ്ങൾ. അവിടെ എല്ലാം പിള്ളേർക്ക് നിന്ന് കുളിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാം. ഈ വീഡിയോയിൽ അതൊക്കെ വരുന്നുണ്ട്. പിള്ളേർ കളിക്കണതും കുളിക്കണതും ചാടി കളിക്കണതും കൊച്ചു പിള്ളേർ എല്ലാം കാണുന്നുണ്ട് കേട്ടാ. ഇതാ നമ്മൾ നടന്നു പോണ സ്ഥലമാണ് കണ്ട. അവിടെ കുരിശ് കണ്ട, അപ്പുറത്ത് ബോട്ട് സർവീസ് കിടക്കണ കണ്ട. ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെ. കാക്കകളൊരു സമ്മേളനം തന്നെ കേട്ടാ. ഇത് കണ്ട, ബോട്ട് സർവീസ് കിടക്കണ കണ്ട. അടിപൊളിയാണ്, അടിപൊളി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാം കേട്ടാ. ആരും ഒന്നും പറയില്ല. പ്രാർത്ഥിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്ക്, എൻ്റെ പെണ്ടാട്ടിയും പിള്ളേരും കൂടെ എണ്ണ ഇട്ടിട്ട് പോകണേ. നില്ലുവണ്ണ അവിടെ നില്ലുവണ്ണ. ആര് കേൾക്കാൻ, മൈൻഡ് ചെയ്യാതെ പോകണം. എല്ലാ ദിവസങ്ങളും നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട്. കണ്ട ആൾക്കാരൊക്കെ വന്നിരിക്കണ കണ്ട. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് ചുറ്റി വളഞ്ഞിരുന്ന് അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അടിപൊളി തന്നെ, അടിപൊളി. ഞാൻ സംസാരിച്ച് നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. കുറച്ച് ബീച്ചിലെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അതുകൂടാതെ തന്നെ ഫോളോ ചെയ്ത്